കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന് കണ്ണീരോടെ വിട. നിതിൻ്റെ മൃതദേഹം സഹോദരിയുടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. നിതിൻ നേരിട്ടത് കടുത്ത മാനസിക സമ്മർദ്ദമാണെന്ന് വെളിപ്പെടുത്തൽ. സ്റ്റാഫ് റൂമിൽ വെച്ച് നിരന്തരമായി അപമാനിക്കാറുണ്ടായിരുന്നുവെന്നും നിതിൻ്റെ ശബ്ദ സന്ദേശം പുറത്ത്. വിദ്യാർത്ഥിയുടെ മരണത്തിൽ SC/ST കമ്മീഷൻ കേസെടുക്കും. സംഭവത്തിൽ യുവജന കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത് ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. എന്തായാലും നിതിൻ രാജിൻ്റെ മൃതദേഹം സംസ്കരിച്ചു. സഹോദരിയുടെ വീട്ടുവളപ്പിലാണ് സംസ്കരിച്ചത്. എങ്ങനെയായിരുന്നു ആ വീടിൻ്റെ പ്രതികരണം, നാടിൻ്റെ പ്രതികരണം അടക്കം? അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ വൈകുന്നേരം ഒരു 2:30-3 മണിയുടെ ആയിട്ടായിരുന്നു സംസ്കാര ചടങ്ങുകളെല്ലാം പൂർണ്ണമായത്. തുടക്കം മുതൽ തന്നെ നമ്മൾ രാവിലെ മുതൽ കണ്ടത് തന്നെയായിരുന്നു ആ ഒരു വീട്ടിൽ ഉടനീളം ഉണ്ടായിരുന്നത്. അതായത് സുഹൃത്തുക്കളും ബന്ധുക്കളും അച്ഛനും അമ്മയും സഹോദരിമാരുടെ ഭർത്താക്കൾക്കും എല്ലാം പറയാനുള്ളത് ഒറ്റ കാര്യമാണ്: തങ്ങളുടെ മകൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല, പകരം അതൊരു കൊലപാതകമാണ്. തങ്ങളുടെ മകന് പ്രശ്നങ്ങളുണ്ടായിരുന്നു, ജാതി വെറിയന്മാരുടെ അടുത്തുനിന്ന് അധിക്ഷേപങ്ങൾ നേരിട്ടിട്ടുണ്ട്, വലിയ തരത്തിൽ നിറത്തിൻ്റെ പേരിലെല്ലാം വലിയ തരത്തിലുള്ള അപമാനങ്ങൾ നേരിട്ടിട്ടുണ്ട്, പണത്തിൻ്റെ പേരിൽ അപമാനിച്ചിട്ടുണ്ട്, മറ്റു വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് അപമാനിച്ചിട്ടുണ്ട് എന്നെല്ലാം പറയുമ്പോഴും ഇപ്പോൾ ഈ ശബ്ദ സന്ദേശത്തിൽ നിതിൻ രാജിൻ്റെ ഓഡിയോ നമ്മൾ കേൾക്കുമ്പോൾ പോലും അതിനെയെല്ലാം മനോധൈര്യത്തോടുകൂടെ പ്രതികരിക്കുന്ന, നേരിടുന്ന ഒരു പ്രകൃതം തന്നെയാണ് നിതിൻ രാജ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കൃത്യമായി ചെറുപ്പം മുതലേ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെല്ലാം പ്രവർത്തിച്ചു വന്ന് എല്ലാ സാമൂഹിക പ്രവർത്തനങ്ങളിലും ഇടപെട്ട് സംസാരിക്കാൻ നന്നായിട്ട് പഠിച്ചിട്ടുള്ള ഒരാൾ തന്നെയായിരുന്നു നിതിൻ രാജ് എന്ന് പറയുന്നത്. ഈ അടുത്ത ബന്ധുക്കളും സമീപവാസികളും എല്ലാം പറയുന്നത് പോലെ 1ാം ക്ലാസ് മുതൽ +2 വരെ പഠിക്കുന്ന ക്ലാസ്സുകളിലെല്ലാം റാങ്ക് വാങ്ങിച്ചാണ് എല്ലാ വിഷയങ്ങളിലും 1ാം സ്ഥാനക്കാരനായിട്ടാണ് നിതിൻ രാജ് ഓരോ ക്ലാസ്സിൽ നിന്നും പടിയിറങ്ങി പോകാറുള്ളത്. അത് തന്നെയാണ് നമുക്ക് ഈ ഒരു ഡെൻ്റൽ കോളേജിലെത്തുമ്പോഴും കാണാൻ സാധിക്കുന്നത്. ഒരു പണക്കൊഴുപ്പിൻ്റെയും പിൻബലമില്ലാതെയാണ് സ്വന്തമായി പഠിച്ച് മെറിറ്റിൽ തന്നെ സീറ്റ് നേടിയാണ് BDSന് അഡ്മിഷൻ ലഭിച്ചത്. 4 വർഷം കഴിഞ്ഞ് വരുമ്പോൾ ഡോക്ടറായി, തൻ്റെ നാടിന് തൻ്റെ വീടിനെല്ലാം ഒരു ഡോക്ടറായി തിരികെ വരാമെന്നൊരു ഉറപ്പിലായിരുന്നു നിതിൻ രാജ് പോയത്. പക്ഷേ തിരികെ വന്നത് ജീവനറ്റ ശരീരമാണെന്ന് പറയുമ്പോൾ അത് അത്രയധികം വേദനിപ്പിക്കുന്ന മറ്റൊരു കാര്യം ഉണ്ടായിട്ടുണ്ടോ? ഈ കുടുംബത്തെ സംബന്ധിച്ച മറ്റൊരു കാര്യം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. ഇനി ആരുണ്ട്? ഈ അച്ഛൻ സൂചിപ്പിക്കുന്നുണ്ട്, എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ കിടക്കുന്നതെന്ന്. അത്രയധികം നാളത്തെ ആ വീടിൻ്റെ ഭാവിയായിരുന്നു നിതിൻ രാജ് എന്ന് തന്നെ വേണം പറയാൻ. ആ വീടിൻ്റെ സ്വപ്നമായിരുന്നു നിതിൻ രാജ് എന്ന് പറയാൻ. വർഷങ്ങളായി വാടകയ്ക്ക് താമസിക്കുന്ന കുടുംബമാണ്. സഹോദരിമാരുടെ കല്യാണത്തിന് ശേഷം വലിയ തരത്തിലുള്ള കടബാധ്യത ആ കുടുംബത്തിലുണ്ട്. അതെല്ലാം തീർക്കാൻ വേണ്ടി തനിക്ക് സാധിക്കും, താൻ അതിനു വേണ്ടിയാണ് പഠിക്കുന്നത്, പഠിച്ച് നല്ല നിലയിലെത്തും, നല്ല ജോലി വാങ്ങിക്കും എന്നുള്ള സ്വപ്നവുമായാണ് നിതിൻ രാജ്, 22 വയസ്സുകാരനായ നിതിൻ രാജ് കണ്ണൂരിലേക്ക് പോകുന്നത്. പക്ഷെ അവിടെ ഒരിക്കലും താൻ ഇങ്ങനെയെല്ലാം നേരിടേണ്ടി വരുമെന്ന് ഒരിക്കൽ പോലും ആ ഒരു കുട്ടി ചിന്തിച്ചില്ലായിരുന്നിരിക്കാം എന്ന് തന്നെ വേണം പറയാം. പക്ഷെ അപ്പോഴും ഈ വീട്ടുകാരും ബന്ധുക്കളും സൂചിപ്പിക്കുന്നത് പോലെ ഒരു ബന്ധു സംസാരിച്ചപ്പോൾ പറഞ്ഞു, 4 നില കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീഴുമ്പോൾ സ്വാഭാവികമായി ശരീരത്തിൽ നിരവധി മുറിവുകൾ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ അതൊന്നും തന്നെ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അതൊന്നും തന്നെ കണ്ടിട്ടില്ല. തോളിലിൻ്റെ ഒരു ഭാഗത്ത് മാത്രമാണ് ചെറിയ രീതിയിലുള്ള ഒരു മുറിവ് കാണുന്നത്. അതിനെല്ലാം അർത്ഥം എന്ന് പറയുന്നത് ഇവരുടെ സംശയങ്ങളെ കുറച്ചുകൂടെ ശക്തിപ്പെടുത്തുന്ന തരത്തിലാണ് ഇത്തരം കാര്യങ്ങളെല്ലാം. ഈ നിതിൻ രാജിൻ്റെ വോയിസ് ക്ലിപ്പിൽ പറയുന്നുണ്ട്, അധ്യാപകർ അവരുടെ പരിധി വിട്ടുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്നത്, തെറി വിളിക്കുന്നത്, കയ്യും കാലും വെട്ടും എന്ന് പറയുന്നതൊക്കെ നമുക്ക് നിതിൻ രാജിൻ്റെ തന്നെ വാക്കുകളിൽ കേൾക്കാം. അതുകൊണ്ട് ബന്ധുക്കളുടെ ആ സംശയത്തിന് അടിസ്ഥാനമുണ്ട് അല്ലേ? തീർച്ചയായും അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. ആ ഓഡിയോ ക്ലിപ്പിൽ തന്നെ പറയുന്നുണ്ട്, സ്റ്റാഫ് റൂമിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ആ ഓഡിയോ ക്ലിപ്പ് വരുന്നത്. നമ്മുടെ സ്ഥിരം സ്ഥലം സ്റ്റാഫ് റൂം എന്നുള്ള രീതിയിലാണ് നിതിൻ രാജ് ആ ഒരു ഓഡിയോ ക്ലിപ്പിൽ പറയുന്നത്. അതിൽ കൃത്യമായി അധ്യാപകരുടെ പേരെടുത്ത് തന്നെയാണ് പറയുന്നത്. പലപ്പോഴും ഈ നിതിൻ രാജിന് ക്ലാസ് മുറിയിൽ വെറുതെ എഴുന്നേൽപ്പിച്ച് നിർത്തുക, മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ച് വളരെ നീചമായ വാക്കുകൾ ഉപയോഗിച്ച് തന്നെ അഭിസംബോധന ചെയ്യുക, ജാതിയുടെ പേര് പറഞ്ഞ് അധിക്ഷേപിക്കുക, ഈ പുസ്തകം എഴുതാത്തതിൻ്റെ, ബുക്ക് എഴുതിയില്ല എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ തന്ന വർക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞ് അനാവശ്യമായി മറ്റു വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് അപമാനിക്കുക, അതൊരു തമാശ രൂപേണ ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ആ തമാശ രൂപേണ അവതരിപ്പിച്ച ആ ഒരു വൈകൃതത്തിന് മറ്റു വിദ്യാർത്ഥികൾ ചിരിച്ചു കൊടുത്തില്ല എങ്കിൽ അവരെയും വലിയ തരത്തിൽ വഴക്ക് പറയുന്നൊരു സന്ദർഭം ഉണ്ടാക്കുക എന്നൊക്കെയാണ് ഈ അധ്യാപകരുടെ എല്ലാം ഒരു പ്രകൃതം എന്ന് സഹോദരി ഇന്ന് രാവിലെയും പറയുന്നുണ്ട്. ഇതിനു മുൻപും
ഇത്തരത്തിലുള്ള സമാന സംഭവങ്ങൾ ഇതേ അധ്യാപകരുടെ പേരിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് സഹോദരി തന്നെ പറയുന്നുണ്ട്. ഇതിനു മുൻപ് അതേ കോളേജിൽ പഠിക്കുന്ന മറ്റൊരു വിദ്യാർത്ഥിനിയുടെ നേരെയും ഈ അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് സമാന സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിനർത്ഥം നിതിൻ രാജ് ആ കോളേജിനെ സംബന്ധിച്ച്, അഞ്ചിരട്ടിയിലെ BDS കോളേജിനെ സംബന്ധിച്ച്, മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് ഒരു പുതിയ അനുഭവമല്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ.